ഹായ് ഫ്രണ്ട്സ്, ഒരു വാലിഡ് ഓഫർ എങ്ങനെയായിരിക്കണം എന്നതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതായി ഒരു വാലിഡ് അക്സെപ്റ്റൻസ് എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഗിവൺ ഓൺലി ബൈ ദ പേഴ്സൺ ടു whom ദ ഓഫർ ഈസ് മെയ്ഡ്. ആരോടാണോ ഒരു ഓഫർ ഉണ്ടാക്കുന്നത് അയാളാണ് അക്സെപ്റ്റൻസ് നൽകേണ്ടത്. അതുപോലെ ഓഫററുടെ സമ്മതമില്ലാതെ മറ്റൊരാൾക്ക് അക്സെപ്റ്റൻസ് നൽകാൻ കഴിയില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, നിങ്ങൾ എ എന്ന വ്യക്തിയുമായി ഒരു ഓഫറിൽ ഏർപ്പെടുന്നു. ആ ഓഫറിന് നിങ്ങളുടെ സമ്മതമില്ലാതെ എയുടെ പകരമായി ബി എന്ന വ്യക്തിക്ക് അക്സെപ്റ്റൻസ് നൽകാനാവില്ല. ഇനി ഒരു ഗ്രൂപ്പിനോട് മുഴുവനായാണ് ഒരു ഓഫർ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഗ്രൂപ്പിലെ ഏതൊരു മെമ്പറിനും അത് അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മൾ ടീച്ചേഴ്സ് എന്ന ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഒരു ഓഫർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടീച്ചറായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. അതുപോലെ എല്ലാവരോടുമായാണ് ഒരു ഓഫർ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഓഫറിനെ കുറിച്ചറിയാവുന്ന ആർക്ക് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ ജനറൽ ഓഫറിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ ഒരു ഭാഗം വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഇനി അടുത്തതായി, അക്സെപ്റ്റൻസ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ഒരു അക്സെപ്റ്റൻസ് അബ്സല്യൂട്ടും അൺക്വാളിഫൈഡുമായിരിക്കണം. അതിനാൽ തന്നെ ഓഫറിലുള്ള എല്ലാ ടേംസും അക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഓഫറിലുള്ള ഏതെങ്കിലും ടേംസിൽ ചെറിയ ഒരു മാറ്റം വരുന്ന പക്ഷം തന്നെ അക്സെപ്റ്റൻസ് ഇൻവാലിഡ് ആവും. അങ്ങനെ മാറ്റം വരുത്തുന്ന പക്ഷം അത് ഒരു കൗണ്ടർ ഓഫറായാണ് കണക്കാക്കുക. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, എൽ എന്ന വ്യക്തി എം എന്ന വ്യക്തിയുമായി ഒരു ഓഫർ ഉണ്ടാക്കുന്നു. അതുപ്രകാരം തൻ്റെ സ്കൂട്ടർ 4000 രൂപയ്ക്ക് വിൽക്കാമെന്നതായിരുന്നു. എം എന്ന വ്യക്തി ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നു. തുടർന്ന് പറയുന്നു, 3900 രൂപ താൻ ഇപ്പോൾ നൽകാം, ബാക്കി 100 രൂപ വൈകുന്നേരം. ഇവിടെ ഒരു കോൺട്രാക്റ്റ് ഇല്ല. കാരണം ഹിയർ ദ അക്സെപ്റ്റൻസ് ഈസ് നോട്ട് അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. കാരണം അവിടെ ടേംസിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തി. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ മോഡ് ഓഫ് അക്സെപ്റ്റൻസ്. നമ്മൾ ഓഫറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ എക്സ്പ്രസ് ഓഫറിനെ കുറിച്ചും ഇംപ്ലൈഡ് ഓഫറിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മോഡ് ഓഫ് അക്സെപ്റ്റൻസിൻ്റെ കേസിലും എക്സ്പ്രസ് അക്സെപ്റ്റൻസും ഇംപ്ലൈഡ് അക്സെപ്റ്റൻസും ഉണ്ട്. സാധാരണ ഓഫറിൽ തന്നെ മോഡ് ഓഫ് അക്സെപ്റ്റൻസ് പറയാറുണ്ട്. ഇനി പറയാത്ത പക്ഷം അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഒരു യൂഷ്വൽ ആൻഡ് റീസണബിൾ മോഡിലൂടെ ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ബൈ അക്സെപ്റ്റർ. അക്സെപ്റ്റൻസ് അക്സെപ്റ്റർ ഓഫററുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, പി എന്ന വ്യക്തി ഒരു കോളേജിലെ പ്രിൻസിപ്പൽ പോസ്റ്റിലേക്കുള്ള കാൻഡിഡേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. കോളേജിലെ മാനേജിംഗ് കമ്മിറ്റി അദ്ദേഹത്തെ പ്രിൻസിപ്പളായി തിരഞ്ഞെടുക്കാനും തീരുമാനിച്ചു. ആ കാര്യം കമ്മിറ്റിയിലെ ഒരംഗം അദ്ദേഹത്തോട് സ്വകാര്യമായി പറയുകയും ചെയ്തു. പക്ഷേ പി എ ഹെഡ് മാസ്റ്റർ ആക്കാനുള്ള കമ്മിറ്റി തീരുമാനം പിൻവലിക്കുകയും മറ്റൊരാളെ നിയമിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ പി എന്ന വ്യക്തി കമ്മിറ്റിക്കെതിരെ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിന് കേസ് കൊടുത്തു. എന്നാൽ കോടതി പറഞ്ഞു, കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായി ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തതിനാൽ അവിടെ കോൺട്രാക്റ്റ് ഇല്ല എന്ന്. അപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ഓഫറിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ഒരു അക്സെപ്റ്റർ ഓഫററുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ ഇസ് acceptance must be given within a reasonable time and before the offer lapse or revoked. ഓഫർ ലാപ്സ് ആവുന്നതിനോ റിവോക്ക് ആവുന്നതിനോ മുൻപായി അക്സെപ്റ്റൻസ് നൽകിയിരിക്കണം. കാരണം ഒരു ഓഫർ ഇൻഡെഫിനിറ്റ് ടൈമിലേക്കായി തുറന്നു വെക്കാൻ കഴിയില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയുടെ സെർട്ടൈൻ ഷെയറിനു വേണ്ടി എം എന്ന വ്യക്തി ജൂണിൽ അപ്ലൈ ചെയ്തു. എന്നാൽ അയാൾക്കത് ലഭിച്ചത് നവംബറിലാണ്. അതിനാൽ തന്നെ അയാൾ ആ അലോട്ടഡ് ഷെയർ അക്സെപ്റ്റ് ചെയ്തില്ല. ഇവിടെ റീസണബിൾ ടൈമിനുള്ളിൽ അക്സെപ്റ്റൻസ് നടക്കാത്തതിനാൽ
ഓഫറർ ആ ഷെയർ നിരസിക്കുകയാണ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഇസ് അക്സെപ്റ്റൻസ് മസ്റ്റ് ബി സക്സീഡ് ദ ഓഫർ. ഒരു ഓഫർ ലഭിച്ച ശേഷമാണ് അക്സെപ്റ്റൻസ് നൽകേണ്ടത്. വളരെ കൃത്യമായ ഒരു പോയിൻ്റാണ്. ഒരു ഓഫർ ഉണ്ടെങ്കിൽ മാത്രമുള്ളൂ അവിടെ ഒരു അക്സെപ്റ്റൻസിൻ്റെ ആവശ്യം. അപ്പോൾ ഒരു ഓഫർ ലഭിച്ച ശേഷമാണ് അക്സെപ്റ്റൻസ് നൽകേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് റിജക്റ്റഡ് ഓഫേഴ്സ് ക്യാൻ ബി അക്സെപ്റ്റഡ് ഓൺലി ഇഫ് റിന്യൂഡ്. ഒരു ഓഫർ ഒരിക്കൽ റിജക്റ്റ് ചെയ്താൽ അത് റിന്യൂ ചെയ്താൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ 7 കാര്യങ്ങളാണ് ഒരു വാലിഡ് അക്സെപ്റ്റൻസിന് വേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഒന്നാമതായി നമ്മൾ പറഞ്ഞു, ആരോടാണോ ഒരു ഓഫർ ഉണ്ടാക്കുന്നത് അയാളാണ് അക്സെപ്റ്റൻസ് നൽകേണ്ടത്. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, ഒരു അക്സെപ്റ്റൻസ് അബ്സല്യൂട്ടും അൺക്വാളിഫൈഡും ആയിരിക്കണം. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഡ് ഓഫ് അക്സെപ്റ്റൻസിനെ കുറിച്ചായിരുന്നു. എക്സ്പ്രസ് അക്സെപ്റ്റൻസോ ഇംപ്ലൈഡ് അക്സെപ്റ്റൻസോ ആവാം. ഇനി മോഡ് ഓഫ് അക്സെപ്റ്റൻസിനെ കുറിച്ച് പരാമർശിക്കാത്ത പക്ഷം അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഒരു യൂഷ്വൽ ആൻഡ് റീസണബിൾ മോഡിലൂടെ ആയിരിക്കണം. അതുപോലെ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്സെപ്റ്റൻസ് അക്സെപ്റ്റഡ് ഓഫററുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ ഓഫർ ലാപ്സ് ആകുന്നതിനോ റിവോക്ക് ആവുന്നതിനോ മുൻപായി അക്സെപ്റ്റൻസ് നൽകിയിരിക്കണം. അതുപോലെ ഒരു ഓഫർ ലഭിച്ച ശേഷമാണ് അക്സെപ്റ്റൻസ് നൽകേണ്ടത്. അതുപോലെ ഒരു ഓഫർ ഒരിക്കൽ റിജക്റ്റ് ചെയ്തതാണെങ്കിൽ അത് റിന്യൂ ചെയ്താൽ മാത്രമേ വീണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺസിഡറേഷനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരു കോൺട്രാക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു എലമെൻ്റാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. എ എന്ന വ്യക്തി തൻ്റെ വീട് ബി എന്ന വ്യക്തിക്ക് 10,000 രൂപയ്ക്ക് വിൽക്കാൻ എഗ്രി ചെയ്യുന്നു. ഇവിടെ എ വീട് വിൽക്കുന്നതിനുള്ള കൺസിഡറേഷനാണ് ബി നൽകുന്ന 10,000 രൂപ. അതുപോലെ ബി നൽകുന്ന 10,000 രൂപയ്ക്കുള്ള കൺസിഡറേഷനാണ് എ നൽകുന്ന വീട്. അപ്പോൾ നമ്മൾ നൽകുന്നതിന് തിരിച്ചെന്ത് ലഭിക്കുന്നു അതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഒരു വാല്യൂ ഉള്ള വസ്തുവിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. കൺസിഡറേഷൻ ഒരിക്കലും ഫിസിക്കലി ഇമ്പോസിബിൾ ആവാൻ പാടില്ല. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ ആയിക്കൊണ്ട് മരിച്ച ഒരാളെ ജീവിപ്പിക്കാം എന്നൊന്നും പറയാൻ പാടില്ല. കാരണം അതെല്ലാം ഫിസിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈ ഒരു ഭാഗത്ത് എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, ഇഷ്ടദാനം കൊടുക്കുന്ന കേസിൽ അവിടെ കൺസിഡറേഷൻ ഇല്ലല്ലോ. കാരണം ഒരു പ്രോപ്പർട്ടി ഒരാൾക്ക് ഇഷ്ടദാനമായി നൽകുന്നു, തിരിച്ച് അയാൾക്കൊന്നും ലഭിക്കുന്നില്ലല്ലോ, അവിടെ കൺസിഡറേഷൻ ഇല്ലല്ലോ. എന്നാൽ ആ ഒരു കേസിൽ ലവ് ആൻഡ് അഫെക്ഷനാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺസിഡറേഷനെ കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ നൽകുന്നതിന് തിരിച്ചെന്താണോ ലഭിക്കുന്നത് അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഒരു വാല്യൂ ഉള്ള വസ്തുവായിരിക്കണം കൺസിഡറേഷൻ. അതുപോലെ കൺസിഡറേഷൻ ഒരിക്കലും ഫിസിക്കലി ഇമ്പോസിബിൾ ആവാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ആണ്. ഒരാൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പ്രാപ്തനാവണമെങ്കിൽ അയാൾ മേജറായിരിക്കണം, സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അതുപോലെ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാവാനും പാടില്ല. അപ്പോൾ ഒരാൾ മൈനറോ അൺസൗണ്ട് മൈൻഡഡോ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളോ ആണെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. ആദ്യമായി നമുക്ക് മൈനറുടെ കേസ് നോക്കാം. നമുക്കറിയാം, മജോറിറ്റി ആക്ട് പ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് മൈനർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൈനർ ഏർപ്പെടുന്ന എഗ്രിമെൻറ്റുകളെക്കുറിച്ച് നോക്കാം. മൈനേഴ്സ് എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് അബ് ഇനിഷ്യോ. മൈനർ ഏർപ്പെടുന്ന ഒരു എഗ്രിമെൻറ്റ് തുടക്കം മുതലേ വോയിഡ് ആയിരിക്കും. ഇവിടെ അബിനിഷ്യോ എന്ന ടേം ഓർത്തു വെക്കണം. ഫ്രം ദ ബിഗിനിങ് എന്നതാണ് അതിൻ്റെ മീനിങ്. മൈനേഴ്സ് എഗ്രിമെൻറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കേസാണ് മൊഹോറി ബീബി വേഴ്സസ് ധർമ്മദാസ് ഘോഷ്.
ഈ കേസിൽ ഒരു മൈനർ മണി ലെൻഡറുടെ കയ്യിൽ നിന്നും വീട് പണയപ്പെടുത്തി കാശ് വാങ്ങുന്നു. മൈനർ കാശ് തിരിച്ചു നൽകാത്ത സാഹചര്യത്തിൽ ആ വീട് കൈവശപ്പെടുത്താനായി മണി ലെൻഡർ ശ്രമിക്കുന്നു. എന്നാൽ കോടതി പറഞ്ഞത് മൈനറുമായുള്ള കോൺട്രാക്റ്റ് വോയിഡാണ്. അതിനാൽ തന്നെ മണി ലെൻഡർക്ക് ഈ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല എന്നതായിരുന്നു. ഈ ഒരു ജഡ്ജ്മെൻറ്റ് ഇന്ത്യൻ കോടതികൾ പിന്നീട് പലതവണ ഉപയോഗിക്കുകയുണ്ടായി. എന്നാൽ മൈനേഴ്സിന് ബെനഫിഷ്യലായിട്ടുള്ള എഗ്രിമെൻറ്റ് ഒരു വാലിഡ് കോൺട്രാക്റ്റാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു എഗ്രിമെൻറ്റിൽ മൈനർ തൻ്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കൺസിഡറേഷൻ അയാൾക്ക് നൽകിയിരിക്കണം. അഥവാ ഒരു മൈനർ കുറച്ച് ഗുഡ്സ് ഡെലിവർ ചെയ്തു. ഈ സാഹചര്യത്തിൽ അതിൻ്റെ പ്രൈസ് മൈനറിന് നൽകിയിരിക്കണം. ഇത് മൈനറിന് ബെനഫിഷ്യലായ എഗ്രിമെൻ്റ് ആയതിനാൽ തന്നെ വാലിഡാണ്. അതുപോലെ മൈനേഴ്സിന് നെസസറി ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് പേ ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. നെസസറി ആർട്ടിക്കിൾസിന് ഉദാഹരണമാണ് ഫുഡ്, ക്ലോത്ത്സ്, മെഡിസിൻസ് എക്സെട്ര. അടുത്തതായി നമുക്ക് അൺസോൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ കേസ് നോക്കാം. നമുക്കറിയാം, ഒരാളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അയാൾക്ക് താൻ എന്ത് കോൺട്രാക്റ്റിലാണ് ഏർപ്പെടുന്നതെന്നും അതിൻ്റെ എഫക്റ്റ് എന്താണെന്നെല്ലാം അറിഞ്ഞിരിക്കണം. അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ ആ കോൺട്രാക്റ്റ് വോയിഡ്. ചില കേസുകൾ നമ്മൾ കാണാറുണ്ട്. യൂഷ്വലി അൺസോൺ മൈൻഡഡും ഒക്കേഷണലി സൗണ്ട് മൈൻഡഡുമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ യൂഷ്വലി സൗണ്ട് മൈൻഡഡും ഒക്കേഷണലി അൺസൗണ്ട് മൈൻഡഡുമായിട്ടുള്ള ആളുകളൊക്കെ, അവർക്ക് സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെടാവുന്നതാണ്. മറിച്ച് അൺസൗണ്ട് മൈൻഡഡ് ആവുന്ന സാഹചര്യത്തിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അത് വോയിഡ്. അവസാനമായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഇൻകോമ്പീറ്റൻറ്റ് പേഴ്സൺസ് എന്ന് പറയുന്നത് ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസ് ആണ്. അതിന് കീഴിൽ വരുന്നതാണ് ഏലിയൻ എനിമീസ്, ഫോറിൻ സോവറിൻ ആൻഡ് അംബാസിഡേഴ്സ്, കൺവിക്റ്റ്. അഥവാ ഒരു കേസിൽ കുറ്റക്കാരനായി ഇംപ്രിസൺമെൻറ്റ് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനും കൺവിക്ഷന് മുമ്പായി ഏർപ്പെട്ട കോൺട്രാക്റ്റിന്മേൽ കേസ് നൽകാനും ഇൻകോമ്പീറ്റൻ്റ് ആണ്. അതുപോലെ ഇൻസോൾവെൻ്റ് ആയിട്ടുള്ള ആളുകൾ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോർപ്പറേഷൻ ഇൻകോർപ്പറേറ്റഡ് അണ്ടർ സ്പെസിഫിക് ആക്ട്സ്, ഉദാഹരണമായി പറയുകയാണെങ്കിൽ LIC, UTI, അവരെല്ലാം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസാണ്. അപ്പോൾ നമ്മൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. അതുപ്രകാരം ഒരാളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പ്രാപ്തനാവണമെങ്കിൽ അയാൾ മേജറായിരിക്കണം, സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം, അതുപോലെ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതിൽ നിന്നും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാവാനും പാടില്ല. അപ്പോൾ ഒരാൾ മൈനറോ അൺസൗണ്ട് മൈൻഡഡോ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൽ നിന്നും ഡിസ്ക്വാളിഫൈഡോ ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അതിലാദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈനേഴ്സിൻ്റെ കേസായിരുന്നു. മൈനർ എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. അവരുടെ കേസിൽ മൈനേഴ്സ് എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് അബ് ഇനിഷ്യോ എന്ന് നമ്മൾ പറഞ്ഞു. വോയിഡ് അബ് ഇനിഷ്യോയുടെ മീനിങ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ അവർ ആ കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് മുതൽ തന്നെ ആ എഗ്രിമെൻറ്റ് വോയിഡാണ് മൈനേഴ്സിൻ്റെ കേസിൽ. ഇനി മൈനേഴ്സിന് ബെനഫിഷ്യൽ ആയിട്ടുള്ള എഗ്രിമെൻറ്റ്സിൻ്റെ കേസിലാണെങ്കിൽ അത് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ മൈനേഴ്സിന് നെസസറി ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് അവർ പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ആ കോൺട്രാക്റ്റും വാലിഡാണ്. അപ്പോൾ ഈ നെസസറി ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അതിനെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഫുഡ്, ക്ലോത്ത്സ്, അതുപോലെ മെഡിസിൻസ്, അവയെല്ലാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ കേസാണ്. നമുക്കറിയാം, ഒരാളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അയാൾക്ക് താൻ എന്ത് കോൺട്രാക്റ്റിലാണ് ഏർപ്പെടുന്നതെന്നും അതിൻ്റെ എഫക്റ്റ് എന്താണെന്നും മറ്റും അറിഞ്ഞിരിക്കണം. അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും. അപ്പോൾ ഒരു മെൻ്റൽ എലമെൻറ്റിനെയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ഈ സൗണ്ട് മൈൻഡഡ് എന്നുള്ളത് കൊണ്ടും ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ പിന്നെ അതിലൊരു എക്സെപ്ഷണൽ കേസ്, അതിലൊരു കേസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞതാണ് യൂഷ്വലി അൺസൗണ്ട് മൈൻഡഡും ഒക്കേഷണലി സൗണ്ട് മൈൻഡഡുമായിട്ടുള്ള ആളുകളുടെ കേസ്. അതുപോലെ യൂഷ്വലി സൗണ്ട് മൈൻഡഡും ഒക്കേഷണലി അൺസൗണ്ട് മൈൻഡഡുമാകുന്ന ആളുകളുടെ കേസ്. അവരുടെ കേസിൽ എന്താണ്? അവർ സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള സമയത്ത് അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാവുന്നതാണ്. മറിച്ച് അൺസൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള സമയത്ത് അവർക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അതുപോലെ അവസാനമായി ഈ ഇൻകോമ്പീറ്റൻറ്റ് പേഴ്സൺസിൻ്റെ
കേസിൽ അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസിനെ കുറിച്ചായിരുന്നു. അതിലാരൊക്കെയാണ് വരുന്നത്? ഏലിയൻ എനിമീസ് വരും, ഫോറിൻ സോവറൻസ് ആൻഡ് അംബാസിഡേഴ്സ് വരും, കൺവിക്ട്സ് വരും, അതുപോലെ ഇൻസോൾവൻസ് വരുന്നു, അതുപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോർപ്പറേഷൻ ഇൻകോർപ്പറേറ്റഡ് ആൻഡ് സ്പെഷ്യൽ ആക്ട്സ്. അതിനുദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു LIC, UT. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അക്സെപ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു, കൺസിഡറേഷനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇനിയും നമുക്ക് ഈ എസെൻഷ്യൽ എലമെൻറ്റ്സിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.